നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെയുണ്ടായ വെളിപ്പെടുത്തലുകളിൽ കുരുങ്ങി ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂട്ടരാജി സമർപ്പിച്ചതിൽ പ്രതികരണവുമായി നടൻ ബൈജു സന്തോഷ് രംഗത്ത് വന്നിരിക്കുകയാണ്. ഇതൊരു ശുദ്ധികലശമായി കണ്ടാൽ മതിയെന്നും ഇതുകൊണ്ടൊന്നും മലയാള സിനിമ തകരില്ലെന്നും ബൈജു വ്യക്തമാക്കി. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായാണ് താരത്തിന്റെ ഈ പ്രതികരണം. കുറെ കാലം കഴിയുമ്പോൾ എല്ലാ മേഖലയിലും ഒരു ശുദ്ധികലശം വരും. അതുപോലെ കണ്ടാൽ മതി ഇതിനെയും. സിനിമാ മേഖലയ്ക്ക് ഒരു പ്രതിസന്ധി ഉണ്ടാകില്ല. ആരെങ്കിലുമൊക്കെ മുന്നോട്ട് വരും. ആര് വന്നാലും പ്രശ്നമില്ല. പ്രാപ്തിയുള്ള ആരെങ്കിലും വന്നാലും മതി. എല്ലാ കാലവും ഒരാൾ തന്നെ ഒരേ സ്ഥാനത്ത് ഇരിക്കില്ല. അത് മാറിക്കൊണ്ടിരിക്കും. അതിന് യുവതലമുറ തന്നെ വേണമെന്നില്ല. പൃഥ്വിരാജ് നേതൃസ്ഥാനത്ത് വരുമോ എന്നുള്ളത് അയാളുടെ തീരുമാനമാണ്. അത് പൃഥ്വിരാജിന് കൂടി തോന്നണ്ടേ എന്നാണ് ബൈജു വ്യക്തമാക്കിയത്. താനായിരുന്നെങ്കിൽ അവരുടെ സ്ഥാനത്ത് എങ്കിൽ ഒരിക്കലും രാജിവെക്കില്ലായിരുന്നു എന്നും താരം പറഞ്ഞിരുന്നു. അവർ രാജിവെക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അതൊരു ഒളിച്ചോട്ടമായി പോയി. ജനാധിപത്യപരമായാണ് അവരെ തിരഞ്ഞെടുത്തത്. ഞാനായിരുന്നു അവരുടെ സ്ഥാനത്തെങ്കിൽ ഒരിക്കലും രാജിവെക്കില്ല. അമ്മയ്ക്ക് നാഥനൊക്കെ ഉടൻ വരുമെന്നും ബൈജു അഭിപ്രായപ്പെട്ടു. അതേസമയം കരിയറിലെ ഉയർച്ച വാഗ്ദാനം ചെയ്ത് ലൈംഗിക പീഡനങ്ങളും വിട്ടുവീഴ്ച ചെയ്യാനുള്ള സമ്മർദ്ദവും എല്ലായിടത്തും ഉള്ളതാണെന്ന് നടിയും BJP നേതാവുമായ ഖുഷ്ബു സുന്ദർ പറഞ്ഞിരുന്നു. പോരാടുന്ന സ്ത്രീകൾക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് എക്സിൽ പങ്കുവച്ച കുറിപ്പിലാണ് അവർ ഇത് വ്യക്തമാക്കിയത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് 24 21 വയസ്സുള്ള തൻ്റെ പെൺമക്കളുമായി സംസാരിച്ചിട്ടുണ്ടെന്നും അതിജീവിതരോട് അവർ പുലർത്തുന്ന സഹാനുഭൂതിയും വിശ്വാസവും തന്നെ അമ്പരിപ്പിച്ചെന്നും ഖുഷ്ബു പറഞ്ഞു. ഈ സമയത്ത് അതിജീവിതരെ ശക്തമായി പിന്തുണയ്ക്കുകയും അവർക്കൊപ്പം നിലകൊള്ളുകയും ചെയ്യണമെന്നും അവർ വ്യക്തമാക്കി. നിങ്ങളുടെ തുറന്നു പറച്ചിലുകൾ എത്ര നേരത്തെ പറയുന്നോ അത്രയും വേഗം മുറിവുകൾ ഉണങ്ങാനും അന്വേഷണം കാര്യക്ഷമമാക്കാനും സഹായിക്കുമെന്നും ഖുഷ്ബു വ്യക്തമാക്കി.